നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എം മണിയുടെ മകൾക്കെതിരെയും ഇരട്ട വോട്ട് ആരോപണം. രാജാക്കാട് രാജകുമാരി പഞ്ചായത്തുകളിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ സുമാ സുരേന്ദ്രന്റെ പേര് നീക്കം ചെയ്യാൻ അപേക്ഷ നൽകിയിരുന്നെന്നും ആരോപണം ആശയദാരിദ്ര്യത്തിന്റെ ഭാഗമെന്നും സുമ. പുതിയ അധ്യയന വർഷം ആരംഭിച്ച ഒരു ടേം പൂർത്തിയായിട്ടും ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലെ സർക്കാർ LP സ്കൂളിൽ അധ്യാപകരുടെ സ്ഥിര നിയമനം നടത്താൻ തയ്യാറാകാതെ സർക്കാർ. മറുകര കടക്കാൻ ഒരു പാലം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് 7 പതിറ്റാണ്ടിന്റെ പഴക്കം. പള്ളിവാസൽ പഞ്ചായത്തിലെ കമ്പിലൈനിലുള്ള നിരവധി കുടുംബങ്ങൾ മറുകര കടക്കുന്നത് താൽക്കാലിക പാലത്തിലൂടെ ജീവൻ കയ്യിൽ പിടിച്ച്. കാടുകയറാതെ ഒറ്റക്കൊമ്പൻ ഇടമലക്കുടിയിൽ ചുറ്റിത്തിരിയുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മൂന്നാർ മേഖലയിൽ നിന്നും ഒറ്റക്കൊമ്പൻ എന്ന വിളിപ്പേരുള്ള കാട്ടാന ഇടമലക്കുടിയിലെത്തിയത്. വിശദമായ വാർത്തകളിലേക്ക്. എം മണിയുടെ മകൾക്കും ഇരട്ട വോട്ട്. CPM രാജാക്കാട് ഏരിയ സെക്രട്ടറിയും എം മണി MLAയുടെ മകളുമായ സുമാ സുരേന്ദ്രന് 2 പഞ്ചായത്തിൽ വോട്ടുണ്ട്. രാജാക്കാട് രാജകുമാരി പഞ്ചായത്തുകളിലെ വോട്ടേഴ്സ് ലിസ്റ്റിലാണ് സുമാ സുരേന്ദ്രന്റെ പേരുള്ളത്. CPIM രാജാക്കാട് ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയും എം മണി MLAയുടെ മകളുമായ സുമാ സുരേന്ദ്രന് രാജാക്കാട് പഞ്ചായത്തിലും രാജകുമാരി പഞ്ചായത്തിലും വോട്ടുണ്ട്. രാജകുമാരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കൂടിയായ സുമാ സുരേന്ദ്രന് രാജകുമാരി പഞ്ചായത്ത് 1-ാം വാർഡിലും രാജാക്കാട് പഞ്ചായത്തിലെ 5-ാം വാർഡിലുമാണ് വോട്ടുള്ളത്. നിലവിൽ രാജാക്കാട് പഞ്ചായത്ത് 5-ാം വാർഡിൽ സ്ഥിരതാമസക്കാരിയാണ് സുമ. മുമ്പ് രാജകുമാരി പഞ്ചായത്ത് 1-ാം വാർഡിൽ നിന്ന് വിജയിച്ച പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു. ഇപ്പോൾ CPMന്റെ രാജാക്കാട് ഏരിയ സെക്രട്ടറിയുമായ ശ്രീമതി സുമാ സുരേന്ദ്രന് രാജകുമാരി 1-ാം വാർഡ് 307-ാം നമ്പർ വോട്ടറാണ്. എന്നാൽ ഈ വ്യക്തിക്ക് രാജാക്കാട് 5-ാം വാർഡിലെ 798-ാം നമ്പർ വോട്ടറും കൂടിയാണ്. അങ്ങനെ ഇരട്ട വോട്ടാണ്. 1998 മുതൽ ഇവരിവിടെ വോട്ട് ചെയ്യുന്നതാണ്. എന്നാൽ 2018 ഇവർ സ്ഥലം വിറ്റ് പ്രിൻസ് ജോസഫ് ചക്കാങ്കൽ എന്ന ആളുടെ പേരിലാണ് ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത്. രാജകുമാരിയിൽ പഞ്ചായത്ത് അംഗമായ സമയത്ത് അവിടെയായിരുന്നു താമസിച്ചിരുന്നതെന്നും പിന്നീട് രാജാക്കാട് പഞ്ചായത്തിലേക്കും താമസം മാറിയതാണെന്നും സുമാ സുരേന്ദ്രൻ പറയുന്നു. 2ഇടത്തും വോട്ടുണ്ടെന്ന് അറിയാമായിരുന്നതിനാൽ രാജകുമാരി പഞ്ചായത്തിലെ വോട്ട് റദ്ദാക്കാൻ രേഖാമൂലം അപേക്ഷ നൽകിയിരുന്നുവെന്നും സുമ പറഞ്ഞു. NRCTയിലെ AKG സേവാ കേന്ദ്രം വഴിയാണ് അപേക്ഷ നൽകിയത്. ജീവനക്കാരുടെ വീഴ്ചയായിരിക്കും രാജകുമാരിയിലെ വോട്ട് റദ്ദാക്കാതിരിക്കാൻ കാരണമെന്നുമാണ് സുമയുടെ വിശദീകരണം. രാജകുമാരി പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടുണ്ടെന്നും പഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരല്ലാത്തവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും UDF അനുഭാവികളുടെ വോട്ട് ഒഴിവാക്കിയെന്നും ആരോപിച്ച് UDF പ്രതിഷേധമുയർത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് CPIM ഏരിയ സെക്രട്ടറിക്കെതിരെ ഇരട്ടവോട്ട് ആരോപണമുയരുന്നത്. സിറ്റി വിഷൻ രാജകുമാരി. ഇനി ഒരു ചോദ്യം, ഒറ്റ ഉത്തരം. ഇരട്ട വോട്ടിൽ കൃത്യമായ മറുപടിക്കായുള്ള ചോദ്യവുമായി സന്ദീപ് രാജാക്കാടുണ്ട്. നോക്കാം എന്താണ് ചോദ്യമെന്നും അതിനുള്ള ഉത്തരവും. ഒരു ചോദ്യം ഒറ്റ ഉത്തരവുമായി നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് CPMന്റെ രാജാക്കാട് ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ സുമാ സുരേന്ദ്രൻ്റെ അടുത്തേക്കാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ വിവാദമായ ചർച്ച ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു കോൺഗ്രസ്, പ്രത്യേകിച്ച് രാജകുമാരി. ഇന്നലെ അത് വളരെ വിശദമായ ഒരു വാർത്താ സമ്മേളനത്തിലൂടെ കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചിരിക്കുന്നത് 2 പഞ്ചായത്തുകളിൽ സുമാ സുരേന്ദ്രന് വോട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ്. മുമ്പ് രാജകുമാരി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു ശ്രീ സുമാ സുരേന്ദ്രൻ. വലിയ ഗുരുതരമായൊരു ആരോപണം എന്ന് പറയാം. കാരണം ഒരു പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി, ഒപ്പം തന്നെ മണിയാസാൻ്റെ മകളാണ്, രാജകുമാരിയിൽ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടിരുന്ന ആളാണ്. അപ്പം 2 പഞ്ചായത്തിൽ വോട്ടുണ്ട് എന്ന് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു മറുപടി ഉണ്ടാവില്ലേ? തീർച്ചയായും ഇപ്പോൾ സന്ദീപ് പറഞ്ഞതുപോലെ തന്നെ അതിനകത്ത് തന്നെ ഉണ്ട് അതിൻ്റെ ഉത്തരം. കാരണം എന്താണെന്ന് വെച്ചാൽ, 1 CPMന്റെ ഏരിയ സെക്രട്ടറി, 2 എം മണി MLAയുടെ മകൾ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വോട്ടിന് ഇരട്ട വോട്ട് എന്നുള്ള ഒരു ആരോപണത്തിന് പിന്നിൽ ഉള്ളത്. ശരിക്കും വോട്ടർ പട്ടിക പരിശോധിച്ചാൽ നിരവധി പേർക്ക് ഇതുപോലെ ഇരട്ട വോട്ടുകളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങൾ തന്നെയാണ് ഇത് ഒരു വിവാദമാക്കാൻ ഉള്ളത്. പിന്നെ ഒരു കാര്യം, ഇരട്ട വോട്ട് അവിടെ തീർച്ചയായും വോട്ട് ഉണ്ട് എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. കാരണം ഞാൻ അവിടെ താമസക്കാരിയായിരുന്നു, ഞങ്ങൾ കുടുംബസഹിതം. അവിടെ ജനപ്രതിനിധിയായിരുന്നു ദീർഘകാലം, 15 വർഷത്തോളം. അപ്പോൾ സ്വാഭാവികമായും എൻ്റെ വോട്ട് അവിടെയുണ്ട്. ആ ബോധ്യത്തിൽ തന്നെ
ഇപ്രാവശ്യത്തെ വോട്ടർ പട്ടികയിൽ വോട്ടർ ചേർക്കലും മാറ്റലും ഒക്കെ വന്ന സമയത്ത് വോട്ടർ മാറ്റുന്നതിന് വേണ്ടി പ്രത്യേകം എഴുതി കൊടുത്തിരുന്നു. പക്ഷേ മാറി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇരുന്നതും. പക്ഷെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോഴാണ് മനസ്സിലായത് വോട്ട് മാറിയിട്ടില്ല എന്നുള്ളത്. പക്ഷേ ഞാൻ അന്വേഷിച്ചപ്പോൾ അതെന്തോ ക്ലറിക്കൽ മിസ്റ്റേക്കാണ് എന്ന് തന്നെയാണ്. 2 വോട്ട് വ്യാപകമായിട്ട് ഉണ്ട്. ഒത്തിരി പഴയ കാലങ്ങളിൽ വിവാഹിതരായി പോയ പെൺകുഞ്ഞുങ്ങളുടേതും അതുപോലെ മാറിയതുമെല്ലാം നമ്മൾ എഴുതി കൊടുത്തത് ഉൾപ്പെടെ മാറാൻ ഉണ്ട്. പക്ഷേ ഈ വിവാദം വന്നിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഒരു കാര്യം പറയുമ്പം UDF രാജകുമാരിയിലാണല്ലോ ഇപ്പോൾ ഈ വിഷയം വന്നിരിക്കുന്നത്. UDF അവിടെ രാജകുമാരി എന്ന് പറയുന്നത് ഒരിക്കലും എത്തി നോക്കാൻ പറ്റാത്ത ഒരു മേഖല തന്നെയാണ്. ഇപ്പം തന്നെ പരാജയ ഭീതി പൂണ്ട UDF ആണ് ഇപ്പം ഇത്തരം ഒരു വാർത്തയുമായി വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവിടെ വോട്ടുണ്ട്, ഇനി മാറ്റാൻ സാഹചര്യം ഉണ്ടായില്ല എങ്കിൽ തന്നെ ഇലക്ഷൻ വരികയാണല്ലോ, നമുക്ക് നോക്കാം എവിടെയാണ് ഞാൻ വോട്ട് ചെയ്യുന്നത് എന്ന് മാത്രമേ എനിക്കിപ്പം അതേ സംബന്ധിച്ച് പറയാമല്ലോ. പിന്നെ കേരളത്തിലെ ഇപ്പോൾ ഒട്ടാകെ ഇപ്പം ഇരട്ട വോട്ടിനെ കുറിച്ചുമെല്ലാം ഇങ്ങനെ വിവാദങ്ങൾ പൊന്തി വന്നുകൊണ്ടിരിക്കുകയാണ്. UDF സംബന്ധിച്ച് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നു. ഏത് വിഷയം എടുത്തു നോക്കിയാലും UDF സംബന്ധിച്ച് ഇവിടെ ഒരു കച്ചിത്തുരുമ്പ് പിടിച്ചു നിൽക്കാൻ കേരളത്തിൽ ഇല്ല എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ വ്യാപകമായ ആക്ഷേപങ്ങൾ കേരളത്തിലൊട്ടാകെ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ അത്രയും മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഇപ്പോൾ ഈയിടെ നിയമസഭയിൽ കുറേ ദിവസമായിട്ട് എന്താ നടക്കുന്നത്? അവരോരോ അടിയന്തര പ്രമേയത്തിന് അവസരം കൊണ്ടിരുന്നു, അതെല്ലാം ചവറ്റുകൊട്ടയിലേക്ക് എറിയുന്ന സമീപനമാണ് ഭരണപക്ഷത്തെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത്. ഒന്നും മിണ്ടാൻ മേലാത്ത അവസ്ഥയിൽ ഒടുവിൽ ശ്രീമാൻ സതീശനും അതുപോലെ കൂട്ടാളികളും വാക്കൗട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന സംഭവം ഇപ്പോൾ കേരളത്തിലൊട്ടാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷയദാരിദ്ര്യം UDF സംബന്ധിച്ചുണ്ട്. അതും കൂടി ഇതിനകത്തൊരു വിഷയമാണ് എന്നാണ് എനിക്ക് പറഞ്ഞു വയ്ക്കാനുള്ളത്. എന്നിരുന്നാലും അത്തരത്തിലാണ്. അക്കാര്യത്തിൽ ഒറ്റ മറുപടി പറഞ്ഞിരിക്കുകയാണ് CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി കൂടി ആയിട്ടുള്ള ശ്രീ സുമാ സുരേന്ദ്രൻ. സ്വാഭാവികമായി ഉണ്ടായിരുന്നതാണ്. അവിടെ ജനപ്രതിനിധിയായി ഇരുന്ന ഘട്ടത്തിൽ തനിക്ക് വോട്ടുണ്ടായിരുന്നു, പിന്നീട് അവിടെ നിന്ന് താമസം മാറി. എന്നാൽ അത് ഇത്തവണ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി എഴുതി നൽകിയിരുന്നു എന്നുമാണ് ആ കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായിരുന്നാലും നിരവധിയായിട്ടുള്ള ഇത്തരം ഇരട്ട വോട്ടുകൾ നിലനിൽക്കുമ്പോൾ തനിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം രാഷ്ട്രീയ പ്രേരിത മാത്രമാണ്. മണിയാശാന്റെ മകള്, ഒപ്പം തന്നെ പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി എന്ന നിലയിൽ UDF ആശയദാരിദ്ര്യം മൂലം ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വിഷയമായി മാത്രം അതിനെ കണ്ട് തള്ളിക്കളയുകയാണെന്നാണ് സുമാ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും മറ്റൊരു വിഷയവും മറ്റൊരാളെയും ചോദ്യവുമായി നമുക്ക് യാത്ര തുടങ്ങാം. ക്യാമറാമാൻ ഗോകുൽ മധുവിനൊപ്പം സന്ദീപ് രാജാക്കാട്, സിറ്റി വിഷൻ. പുതിയ അധ്യയന വർഷം ആരംഭിച്ച ഒരു ടൈം പൂർത്തിയായിട്ടും സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലെ സർക്കാർ LP സ്കൂളിൽ അധ്യാപകരുടെ സ്ഥിര നിയമനം നടത്താൻ സർക്കാർ തയ്യാറാകുന്നില്ല. ആകെ സ്ഥിര നിയമനം നടത്തിയത് പ്രധാന അധ്യാപകന്റെ തസ്തിക മാത്രം. ഇടമലക്കുടി പഞ്ചായത്ത് ആസ്ഥാനമായ സൊസൈറ്റി കുടിയിൽ പ്രവർത്തിക്കുന്ന LP വിഭാഗത്തിൽ പ്രധാന അധ്യാപകനടക്കം 4 അധ്യാപക തസ്തികകളാണുള്ളത്. എന്നാൽ നിലവിൽ പ്രധാന അധ്യാപകന്റെ മാത്രമാണ് സ്ഥിര നിയമനമുള്ളത്. മുനിയറ, ഈട്ടിത്തോപ്പ് സ്വദേശികളായ 2 താൽക്കാലിക അധ്യാപകർ മാത്രമാണ് സ്കൂളിലുള്ളത്. 2024 അധ്യയന വർഷത്തിൽ ഒരു സ്ഥിര നിയമനം നടത്തിയിരുന്നുവെങ്കിലും ചുമതലയേറ്റ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഈ അധ്യാപകൻ മടങ്ങിപ്പോയി. തുടർന്ന് താൽക്കാലിക നിയമനം ലഭിച്ച അധ്യാപകനായിരുന്നു ക്ലാസുകൾ എടുത്തിരുന്നത്. സ്ഥിരം തസ്തികയിൽ അധ്യാപകരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരടക്കം നിരവധി പരാതികൾ നൽകിയെങ്കിലും നടപടികൾ ഉണ്ടായിട്ടില്ല. ജില്ലയിലെ മറ്റു സ്കൂളുകളിലെല്ലാം ഒഴിവുണ്ടായിരുന്ന സ്ഥിരം തസ്തികകളിൽ സർക്കാർ അധ്യാപക നിയമനങ്ങൾ ഇതിനോടകം പൂർത്തിയാക്കി കഴിഞ്ഞു. UP വിഭാഗത്തിലും 2 താൽക്കാലിക അധ്യാപകരാണ് ജോലി ചെയ്യുന്നത്. ഇടമലക്കുടിയിലെ LP സ്കൂളിൽ 67, UP സ്കൂളിൽ 13 എന്നിങ്ങനെയാണ് കുട്ടികളുടെ എണ്ണം. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യമാണ് അധ്യാപകരും രക്ഷിതാക്കളുമടക്കം മുന്നോട്ട് വയ്ക്കുന്നത്. സിറ്റി വിഷൻ, മൂന്നാർ. മറുകര കടക്കാൻ ഒരു പാലം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് 7 പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. പള്ളിവാസൽ പഞ്ചായത്തിലെ 13-ാം വാർഡിൽ ഉൾപ്പെട്ട കമ്പി ലൈനിലുള്ള നിരവധി കുടുംബങ്ങളാണ് പാലമില്ലാത്തതിനാൽ സ്വന്തമായി നിർമ്മിച്ച താൽക്കാലിക പാലത്തെ ആശ്രയിച്ച് മറുകര കടക്കുന്നത്. കാലുന്ന് തെറ്റിയാൽ കമുകിൻ തടി കൂട്ടിക്കെട്ടിയ പാലത്തിൽ നിന്നും വെള്ളത്തിൽ പതിക്കും. സ്കൂൾ കുട്ടികളും പ്രായമായവരും അടക്കമുള്ള നാട്ടുകാർക്ക് മറുകര കടക്കാൻ ഏക ആശ്രയം ഇതുമാത്രമാണ്. സുരക്ഷിതമായ യാത്രയ്ക്ക് അധികൃതരുടെ കനിവും കാത്തിരിക്കുകയാണ് നാട്ടുകാർ.
കമ്പിലൈൻ ഉണ്ണിക്കുഴി വഴി കല്ലാർ മെയിൻ റോഡിലേക്ക് എത്തുന്ന റോഡിന് കുറുകെയാണ് മുതിരപ്പുഴയുടെ കൈവഴിയായ വട്ടയാർ ഒഴുകുന്നത്. തോട്ടം കാർഷിക മേഖലയായ ഇവിടെ കുടിയേറ്റ കാലത്തിന് ശേഷം നാട്ടുപാത വീതി കൂട്ടി നിർമ്മാണം നടത്തിയെങ്കിലും ആറിന് കുറുകെ പാലം നിർമ്മിച്ചിട്ടില്ല. ചപ്പാത്തിന് സമാനമായ രീതിയിൽ കല്ലുകൾ നിരത്തി വെള്ളം കുറവുള്ള സമയത്ത് നാട്ടുകാർ വാഹനങ്ങൾ മറുകര കടത്തും. എന്നാൽ മഴക്കാലമായാൽ നീരൊഴുക്ക് വർദ്ധിച്ച് ഇതും നിലയ്ക്കും. പിന്നെയുള്ള ഏകയാശ്രയം നാട്ടുകാർ തന്നെ കവുങ്ങിൻ തടി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ താൽക്കാലിക പാലമാണ്. കൈവരികളോ മറ്റു സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാത്ത പാലത്തിലൂടെയാണ് കൊച്ചുകുട്ടികളും പ്രായമായവരും അടക്കമുള്ളവരുടെ സാഹസിക യാത്ര. വർഷങ്ങളായിട്ട് 75 മുതൽ ഞങ്ങൾ ഈ പാലത്ത് ഈ അടയ്ക്കാമരത്തിൻ്റെ പാലമിട്ടാണ് ഞങ്ങൾ കിടക്കുന്നത്. ഇത് വട്ടയാറ് മുതിരപ്പുഴയ്ക്ക് പോകുന്ന റോഡാണ്, ആറാണിത്. നൂറുകണക്കിന് ആൾക്കാർ ഇതിൽ നിരന്തരം നടക്കുകയും തൊഴിലാളികളും തോട്ടത്തൊഴിലാളികളും പിള്ളേരും കുട്ടികളും ഒക്കെ ആയിട്ട് സ്കൂളിൽ പോകാനൊക്കെ ആയിട്ട് വരുന്നതാണ്. ഈ കഴിഞ്ഞ ദിവസം കൂടി അപകടം ഉണ്ടായി. ഇവിടെ നാട്ടുകാരുടെ സഹായത്തോടെയാണ് അവർ രക്ഷപ്പെട്ടത്. ഇത് എല്ലാ വർഷവും ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത്. ഈ അടയ്ക്കാമരത്തിൻ്റെ പാലം ഉപയോഗിച്ച് മാത്രമാണ് ഞങ്ങൾക്ക് ഈ 50 വർഷമായിട്ട് ഞങ്ങളിതിൽ. മഴക്കാലത്ത് ജലനിരപ്പ് ഉയരുന്നതോടെ പലപ്പോഴും നാട്ടുകാരുടെ തടിപ്പാലം ഒഴുകിപ്പോകുന്നതും പതിവാണ്. പിന്നെ വെള്ളമിറങ്ങിയതിനു ശേഷം മാത്രമേ താൽക്കാലിക പാല നിർമ്മാണം നടക്കൂ. മാത്രവുമല്ല, ചെറിയ പാലത്തിൽ നിന്നും ആളുകൾ കാൽവെഴുതി വെള്ളത്തിൽ വീണ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. നാട്ടുകാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അധികൃതർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൾബേന്ദ്രനും ആവശ്യപ്പെട്ടു. ഇവിടെ 75 കാലഘട്ടം മുതൽ 50 വർഷമായിട്ട് ഈ വട്ടയാറിൽ നിന്ന് മുതിരപ്പുഴയിലേക്ക് പതിക്കുന്ന ഈ ആറ് ഇത് മഴക്കാലത്ത് വളരെയധികം പൂർവാധികം ശക്തി പ്രാപിച്ച് ഒലിച്ചു പോകുന്ന രീതിയിൽ വെള്ളം പായുന്ന ഈ ആറിന് കുറുകെ അടയ്ക്കാമരത്തിൻ്റെ കമ്പുകൾ മാത്രം ഇട്ടുകൊണ്ടുള്ള ഒരു പാലമാണ്. സുരക്ഷിത യാത്രയ്ക്കൊരു പാലം വേണമെന്ന ആവശ്യവുമായി നാട്ടുകാരിനി മുട്ടാൻ വാതിലുകൾ ബാക്കിയില്ല. പതിറ്റാണ്ടുകളായി കണ്ടില്ലെന്ന് നടിക്കുന്ന അധികൃതരുടെ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇവിടുത്തെ നിരവധി കുടുംബങ്ങൾ. സിറ്റി വിഷൻ, അടിമാലി. കാടുകയറാതെ ഒറ്റക്കൊമ്പൻ ഇടമലക്കുടിയിൽ ചുറ്റിത്തിരിയുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മൂന്നാർ മേഖലയിൽ നിന്നും ഒറ്റക്കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള കാട്ടാന ഇടമലക്കുടിയിലെത്തിയത്. കൃഷിനാശം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആക്രമണ സ്വഭാവം ഇതുവരെ ഉണ്ടാകാത്തതിനാൽ ആശ്വാസത്തിലാണ് ഉന്നതിയിലെ കുടുംബങ്ങൾ. എന്നാൽ രാത്രി പകൽ വ്യത്യാസമില്ലാതെ കാട്ടാന മേഖലയിൽ ചുറ്റിത്തിരിയുന്നത് ആശങ്കയുമാണ്. കാടിറങ്ങിയ ഒറ്റക്കൊമ്പൻ ഏറെ നാളുകൾ മൂന്നാർ മേഖലയിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇടമലക്കുടിയിലേക്ക് എത്തിയത്. വനമേഖലയുടെ നടുവിലായി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഒറ്റക്കൊമ്പൻ ഇപ്പോൾ ചുറ്റിത്തിരിയുകയാണ്. ഇടയ്ക്ക് ഇടമലക്കുടിയിലേക്കുള്ള വഴിയിൽ നിലയുറപ്പിച്ച് കാട്ടാന ഗതാഗത തടസ്സം സൃഷ്ടിച്ചിരുന്നു. എന്നാൽ കാര്യമായ ആക്രമണ സ്വഭാവം ആന പുറത്തെടുത്തിട്ടില്ല. ഇതുമാത്രമാണ് ഏക ആശ്വാസം. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ പഞ്ചായത്ത് ഓഫീസിന് സമീപത്തും മറ്റും കാട്ടാന തമ്പടിച്ചത് ആശങ്കയായി. നിലവിൽ കാട് കയറാതെ ജനവാസ മേഖലയിൽ രാത്രിപകൽ വ്യത്യാസമില്ലാതെ കാട്ടാന ചുറ്റിത്തിരിയുന്നത് ജനങ്ങൾക്കിടയിൽ ആശങ്കയാണെങ്കിലും ഉന്നതിയിലെ ആരും ആനയെ പ്രകോപിപ്പിച്ച് തുരത്തി ഓടിക്കാൻ ശ്രമിക്കുന്നുമില്ല. അതേസമയം കാടിന് നടുവിലുള്ള ഇടമലക്കുടിക്ക് ചുറ്റും സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. സിറ്റി വിഷൻ, മൂന്നാർ. ഇടമലക്കുടിയിൽ കാട്ടാനയടക്കമുള്ള വന്യമൃഗശല്യം രൂക്ഷമാകുമ്പോഴും പ്രതിരോധ മാർഗങ്ങൾ ഒരുക്കുന്നതിന് നടപടിയില്ല. നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഇടമലക്കുടി ട്രൈബൽ LP സ്കൂളിന് ചുറ്റുമതിൽ പോലും ഇല്ലാത്ത അവസ്ഥ. പകൽ സമയത്തടക്കം കാട്ടാന എത്തുന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന സ്കൂളിന് ചുറ്റും സുരക്ഷാ വേലി നിർമ്മിക്കണമെന്ന ആവശ്യവുമായി സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും രംഗത്ത്. വനമേഖലയ്ക്ക് നടുവിലാണ് സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വന്യമൃഗ ശല്യവും ഇവിടെ രൂക്ഷമാണ്. പഞ്ചായത്ത് ഓഫീസ് അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് ഇവിടെ ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ എത്താതിരിക്കുവാനുള്ള ഒരു പ്രതിരോധ മാർഗവുമില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇടമലക്കുടിയിലെ ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂള്. സ്കൂളിന് നല്ല കെട്ടിടവും മറ്റു സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെങ്കിലും ചുറ്റുമതിലോ മറ്റു സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ല. നിരവധി കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന് സമീപം വരെ കാട്ടാനയടക്കമുള്ള വന്യമൃഗങ്ങൾ നിരന്തരം എത്താറുണ്ട്. കുട്ടികളുടെ സുരക്ഷ കണക്കിലെടുത്ത് സ്കൂളിന് ഫെൻസിംഗ് ഒരുക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് HM ഷിബു KV ആവശ്യപ്പെട്ടു. കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്താണ് ഇടമലക്കുടി എന്ന് പറയുന്നത്. അവിടെ ഒരു LP സ്കൂളുമുണ്ട്. ആ സ്കൂളിന് മുഴുവൻ ചുറ്റുപാടും വനമാണ്. അപ്പോൾ മൃഗങ്ങളുടെ ശല്യം
വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. നിരന്തരമായി ആന, കാട്ടുപോത്ത് മുതലുള്ള എല്ലാ മൃഗങ്ങളും അവിടെ വരുന്നുണ്ട്. നമുക്ക് സ്കൂളിന് ചുറ്റുമതിലില്ലാത്തതുകൊണ്ട്, ഒരു വേലി പോലും ഇല്ലാത്തതുകൊണ്ട് പിള്ളേരെ പുറത്തിറക്കി വിടാനോ കളിക്കാൻ വിടാനോ മൂത്രസൗകര്യത്തിന് ഒരു കാര്യത്തിനും നമുക്കവിടെ സൗകര്യമില്ലാത്തൊരവസ്ഥയുണ്ട്. അതിന് എത്രയും പെട്ടെന്ന് ഒരു ചുറ്റുമതിൽ ആണെങ്കിൽ പോലും എന്താണെങ്കിലും കാണിച്ച് ഞങ്ങൾക്ക് പിള്ളേർക്ക് ഒന്ന് രക്ഷിക്കാൻ, അതായത് മൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഉള്ള ഒരു ചെറിയ നടപടി ചെയ്തു തരണമെന്ന് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുകയാണ്. സ്കൂളിന് ചുറ്റും കാടുകൾ വളർന്ന വനസമാനമായ അന്തരീക്ഷമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ പുറത്തേക്ക് ഇറക്കുവാനും അധ്യാപകർക്ക് ഭയം. ശൗചാലയമടക്കം സ്ഥിതി ചെയ്യുന്നത് കാടിനോട് ചേർന്നാണ്. ഇതും വലിയ പ്രതിസന്ധിയാണെന്നും പ്രശ്നപരിഹാരത്തിന് അടിയന്തര ഇടപെടൽ വേണമെന്നതുമാണ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം. സിറ്റി വിഷൻ, മൂന്നാർ. കാട്ടാന ഭീതിയിൽ മൂന്നാർ. പടയപ്പെ കൂടാതെ കാട്ടാനക്കൂട്ടങ്ങളും ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നു. കാട്ടാനയുടെ ആക്രമണത്തിൽ വീടിന്റെ ഗേറ്റ് തകർന്നു. വഴിയോര കടകൾക്ക് നേരെയും കാട്ടാനകൾ പരാക്രമണം നടത്തി. വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു. ദേവികുളം ലാക്കാട് സ്വദേശി ജോർജ് മുക്കത്തിന്റെ വീടിന് നേരെയാണ് കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം ഉണ്ടായത്. ഗേറ്റ് തകർത്ത് അകത്ത് കിടന്ന ആനകൾ മുറ്റത്ത് കിടക്കുകയായിരുന്ന കാറിനും കേടുപാടുകൾ വരുത്തി. 12:30 മണിക്ക് ഞാനൊരു ശബ്ദം കേട്ട്, ഗേറ്റിന്റെ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് 3 ആന, ഒരു പിടിയാനയും 2 കുഞ്ഞുങ്ങളും ഇവിടെ വീട്ടിന്റെ മുറ്റത്തോട്ട് കയറി വന്ന് ഗേറ്റൊക്കെ പൊളിച്ച് ഇവിടെ തടന്ന് ഒരു മണിക്കൂറോളം ഇവിടെ തന്നെ കഴിഞ്ഞുകൂടി. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം ഇവർ ഈ കാറിൽ ചാരിക്കുക, അതിനകത്ത് ഒരു കുത്തിയിട്ടുണ്ട്. കാറിൽ കുത്തിയിട്ട് 2 തുള വീണിട്ടുണ്ട്, ഹോൾ വീണിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് കാട്ടുകൊമ്പൻ പടയപ്പ ഏതാനും ദിവസങ്ങളായി മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ ഇറങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പെരിയവര പാലത്തിന് സമീപം 2 വഴിയോര കടകൾ നശിപ്പിച്ചിരുന്നു. കടയിലുണ്ടായിരുന്ന പൈനാപ്പിൾ, ചോളം തുടങ്ങിയവ കാട്ടുകൊമ്പൻ അകത്താക്കി. പടയപ്പയെ കൂടാതെ വേറെയും കാട്ടാനക്കൂട്ടങ്ങൾ കാടിറങ്ങുന്നത് വൻ ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. സിറ്റി വിഷൻ, മൂന്നാർ. ഇടവേള. ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി രാമക്കൽമേട്ടിനും കാറ്റാടിപ്പാലത്തിനും ഇടയിലുള്ള തൂക്കുപാലത്ത് സ്ഥിതി ചെയ്യുന്ന സാൻവിക ഇന്നിലാണ്. സാൻവിക ഇന്നിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരേ സമയം 1000-ൽ പരം ആളുകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഈ ഒരു ഓഡിറ്റോറിയം ആണ്. നമുക്കൊരു ഗ്രൂപ്പ് ഇവന്റോ ഡെസ്റ്റിനേഷൻ മാരേജ് ഫംഗ്ഷനോ ഒക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഹാള് അതിന് പറ്റിയ ഒരു ഓപ്ഷൻ ആയിരിക്കും. ഇനി പേഴ്സണൽ ഫംഗ്ഷൻസ് ഒക്കെ മാറ്റി പ്രൊഫഷണൽ ഓർ ഒഫീഷ്യൽ പ്രോഗ്രാംസിനായിട്ടൊരു പ്ലേസ് ആണ് നോക്കുന്നതെങ്കിൽ ലൈക്ക് ബോർഡ് മീറ്റിംഗ്, ആനുവൽ മീറ്റിംഗ്, പ്രസന്റേഷൻ, ഇതൊക്കെ നടത്താൻ പറ്റിയ വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ഈ കാണുന്ന ഒരു മീറ്റിംഗ് റൂമും സാൻവിക്കയിലുണ്ട്. ഇനി സ്റ്റേക്കേഷൻ നോക്കുന്നവർക്കാണെങ്കിൽ റൂംസിന്റെ കാര്യത്തിലും ഒരു ടെൻഷനും വേണ്ട കേട്ടോ. ഡിഫറെന്റ് കാറ്റഗറി ഓഫ് റൂംസ് സാൻവിക്കയിൽ അവൈലബിൾ ആണ്. ഡീലക്സ് റൂം ആണെങ്കിലും ഹണിമൂൺ കപ്പിൾസിന് സ്പെഷ്യൽ റൂം, ഇനി അതല്ല ഒരു ഫാമിലിക്ക് ആയിട്ടാണെങ്കിൽ നല്ല ജാക്കൂസിയും നല്ല വ്യൂ വരുന്ന ബാൽക്കണിയും ഒക്കെയുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള സ്യൂട്ട് റൂമും സാൻവിക്കയിലുണ്ട്. ഇനി എന്റർടൈൻമെന്റ് ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും നോ കോംപ്രമൈസ്. യെസ്, ഇൻ ഹൗസ് സൂംബ ട്രെയിനിങ്, റെസ്റ്റോറന്റ്, പൂൾ, ക്യാമ്പ് ഫയർ, സൈറ്റ് സീയിങ് തുടങ്ങിയ എല്ലാ എന്റർടൈൻമെന്റ്സും സാൻവിക നമുക്കായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഒരു ഡെസ്റ്റിനേഷൻ ഇവന്റ് ഓർ സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിന് പറ്റിയ ഒരു ഇടമാണ് ഇടുക്കിയുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന സാൻവിക ഇൻ. അപ്പൊ എങ്ങനെ അടുത്ത ട്രിപ്പ് സാൻവിക്കയിലോട്ട് പ്ലാൻ ചെയ്യല്ലേ? ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട,
സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുവാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇടുക്കി മൂന്നാർ പഞ്ചായത്തിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. മൂന്നാർ മേഖലയിൽ മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നടപടി. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ദിവസവും വന്യജീവി ശല്യം വർദ്ധിച്ചു വരുന്ന സ്ഥിതിയുണ്ട്. കാട്ടാനയും കാട്ടുപന്നിയും പുലിയുമെല്ലാം കാടിറങ്ങുന്നതാണ് പ്രതിസന്ധി രൂക്ഷമാക്കുന്നത്. മൂന്നാർ മേഖലയിൽ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുവാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ മൂന്നാർ പഞ്ചായത്തിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചത്. அதில் எல்லாரும் பங்காளிகளாகி உங்களோட கருத்துக்களையும் இங்கே நடக்கக்கூடிய விவசாயம் முதற்கொண்டு മൂന്നാർ ദേവികുളം പഞ്ചായത്ത് ഓഫീസുകൾ, വനം വകുപ്പിന്റെ റേഞ്ച് ഓഫീസുകൾ എന്നിവിടങ്ങളിലാണ് പരാതിപ്പെട്ടികൾ സ്ഥാപിച്ചത്. ഇവിടെ വന്നിട്ട് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ആ പരാതികളൊക്കെ ഈ ബോക്സിൽ നിക്ഷേപിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ഹെൽപ്പ് ഡെസ്കിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് വന്യജീവി ശല്യം സംബന്ധിച്ച് പരാതികളും അഭിപ്രായങ്ങളും അധികൃതരെ അറിയിക്കുന്നതിനായി പരാതി പെട്ടികളും സ്ഥാപിച്ചിട്ടുണ്ട്. സിറ്റി വിഷൻ, മൂന്നാർ. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ഭൂഭേദഗതി ചട്ടം പിൻവലിക്കുക, നിർമ്മാണ നിരോധനം പിൻവലിക്കുക, ഏകീകൃത ഭൂനിയമം നടപ്പിലാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. പാർട്ടി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഖാദർ മാലിപ്പുറം പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആം ആദ്മി പാർട്ടി ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അടിമാലിയിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ഭൂഭേദഗതി ചട്ടം പിൻവലിക്കുക, നിർമ്മാണ നിരോധനം പിൻവലിക്കുക, ഏകീകൃത ഭൂനിയമം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ആം ആദ്മി പാർട്ടി പ്രതിഷേധ പരിപാടിയിലൂടെ മുമ്പോട്ട് വയ്ക്കുന്നത്. കാണുമ്പോൾ ഓടിച്ചിട്ടടിക്കുന്ന പരിപാടിയൊന്നും ആം ആദ്മി പാർട്ടിക്കില്ല. നമ്മൾ കണ്ടു, ഇവിടെ പ്രതിഷേധം ചെയ്യുന്ന ആൾക്കാരെ ഓടിച്ചിട്ട് തല്ലുക, അവനെ വടിവെച്ച് അവന്റെ തലക്കിട്ടടിക്കുക, എന്നിട്ട് പറയുക അവന് അത് സ്വയം രക്ഷക്കാണ്. പാർട്ടി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഖാദർ മാലിപ്പുറം പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാർട്ടി ദേവികുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് തമ്പി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. പാർട്ടി കർഷക വിംഗ് സംസ്ഥാന പ്രസിഡന്റ് മാത്യു ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. പാർട്ടി സംസ്ഥാന ട്രഷറർ മോസസ് മോത്ത, ജോസഫ് കട്ടപ്പന, ഷിജോ തോമസ്, ഷിജോ വെള്ളത്തുവൽ, VS സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ, അടിമാലി. 14ാമത് ഇടുക്കി സഹോദയ കലോത്സവം അടിമാലിയിൽ പുരോഗമിക്കുന്നു. ഇന്നും നാളെയുമായി 2 ദിവസങ്ങളിൽ അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിലാണ് കലോത്സവം നടക്കുന്നത്. ഇടുക്കി സഹോദയയ്ക്ക് കീഴിൽ വരുന്ന 30-ലധികം സ്കൂളുകൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കളർഫുൾ ഇനങ്ങളായ കുച്ചിപ്പുടി, തിരുവാതിര, നാടോടി നൃത്തം, ഭരതനാട്യം തുടങ്ങി വിവിധ മത്സര ഇനങ്ങളാണ് കലോത്സവത്തിന്റെ ഭാഗമായി ഇന്ന് വിവിധ വേദികളിൽ അരങ്ങേറിയത്. വാശിയോടെ മത്സരാർത്ഥികൾ അരങ്ങിൽ നിറഞ്ഞാടിയപ്പോൾ സദസ്സും സമ്പന്നമായി. മാപ്പിളപ്പാട്ട്, പദ്യംചൊല്ലൽ, ലൈറ്റ് മ്യൂസിക് തുടങ്ങിയ മത്സര ഇനങ്ങളും ഇന്ന് അരങ്ങേറി. 12 വേദികളിലായിട്ടായിരുന്നു മത്സരങ്ങൾ ക്രമീകരിച്ചിരുന്നത്. 14ാമത് ഇടുക്കി സഹോദയ കലോത്സവമാണ് ഇത്തവണ അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ നടക്കുന്നത്. കലോത്സവത്തിന്റെ ഭാഗമായുള്ള വിവിധ രചനാ മത്സരങ്ങൾ കഴിഞ്ഞ 13-ന് നടന്നിരുന്നു. ജില്ലയിലെ 31 CBSE സ്കൂളുകളിൽ നിന്നായി 2500-ലധികം മത്സരാർത്ഥികൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നുണ്ട്. 150-ലധികം ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ സഹോദയയിൽ പോയിന്റ് നിലയിൽ 1ാമതെത്താൻ സ്കൂളുകൾ തമ്മിലുള്ള മത്സരവും മുന്നേറുകയാണ്. സിറ്റി വിഷൻ, അടിമാലി. ദക്ഷിണ കേരള ലജനത്തുൽ മുഅല്ലിമീൻ അടിമാലി മേഖലയും മഹല്ല് കോർഡിനേഷനും സംയുക്തമായി നടത്തുന്ന മീലാദ് റസൂൽ സംഗമം ഈ മാസം 20-ന് വൈകിട്ട് അടിമാലിയിൽ നടക്കും. പരിപാടിയുടെ ഭാഗമായി ഫലസ്തീൻ ഐക്യദാർഢ്യ മിലാദ് സന്ദേശ റാലിയും മാനവ സൗഹാർദ്ദ സമ്മേളനവും നടക്കും. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, സാമുദായിക രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും. അടിമാലി ടൗൺ ജുമാ മസ്ജിദ് അങ്കണത്തിലാണ് ദക്ഷിണ കേരള ലജനത്തുൽ മുഅല്ലിമീൻ അടിമാലി മേഖലയും മഹല്ല് കോർഡിനേഷനും സംയുക്തമായി നടത്തുന്ന മീലാദ് റസൂൽ സംഗമം നടക്കുന്നത്.
പോയ വർഷങ്ങളിലും മീലാദ് റസൂൽ സംഗമം നടന്നിരുന്നു. പരിപാടിയുടെ ഭാഗമായി പലസ്തീൻ ഐക്യദാർഢ്യ മീലാദ് സന്ദേശ റാലിയും മാനവ സൗഹാർദ്ദ സമ്മേളനവും നടക്കും. പതാകയുയർത്തലോടെ പരിപാടിക്ക് തുടക്കം കുറിക്കും. DKLM അടിമാലി മേഖലാ പ്രസിഡന്റ് നൌഷാദ് മിഫ്താഹി പതാക ഉയർത്തും. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ KH അലി റാലി ഫ്ളാഗ് ഓഫ് ചെയ്യും. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് A രാജ MLA മുഖ്യപ്രഭാഷണവും മാധ്യമപ്രവർത്തകൻ അയ്യപ്പദാസ് നബിദിന സന്ദേശവും നൽകും. ശനിയാഴ്ച 3:30 പതാക ഉയർത്തലോടുകൂടി ആരംഭം കുറിക്കുന്ന പലസ്തീൻ ഐക്യദാർഢ്യ മീലാദ് സന്ദേശ റാലി അത് അവസാനിക്കുമ്പോൾ മാനവ സൗഹൃദ സമ്മേളനം ആരംഭിക്കും. ഈ സമ്മേളനത്തിൽ ഈ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഇടുക്കിയുടെ ബഹുമാന്യനായ MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിക്കും. ആ സമ്മേളനത്തിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ബഷീർ പഴമ്പള്ളിത്താഴം അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ ഫാദർ ജോബിൻ മർക്കോസ് മൈലാത്തോട്ടത്തിൽ, ശിവഗിരി മഠം വേദതീർത്ഥ സ്വാമികൾ എന്നിവർ മതസൗഹാർദ്ദ സന്ദേശം നൽകും. DKLM അടിമാലി മേഖലാ ചെയർമാൻ ഹാഫിസ് മുഹമ്മദ് ഷെരീഫ് അൽ അർഷദി ആമുഖ പ്രഭാഷണം നടത്തും. പൊതുസമ്മേളനത്തിന് ശേഷം മീലാദ് റസൂൽ സംഗമം നടക്കും. ദക്ഷിണ കേരള ജമിയത്തുൽ ഉൽമ എറണാകുളം ജില്ലാ സെക്രട്ടറി അൽ ഉസ്താദ് മുഹമ്മദ് തൗഫീഖ് ബദരി മീലാദ് റസൂൽ പ്രഭാഷണം നടത്തും. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, സാമുദായിക രംഗത്തെ പ്രമുഖർ പരിപാടികളിൽ പങ്കെടുക്കുമെന്നും സ്വാഗത സംഘം ചെയർമാൻ ബഷീർ പഴമ്പള്ളിത്താഴം, KH അലി, നൌഷാദ് മിഫ്താഹി, ഹാഫിസ് മുഹമ്മദ് ഷെരീഫ് അർഷദി, നൗഫൽ ബാഖവി, സുനീർ കാരിമറ്റം, യുനസ് വള്ളോമ്പടി, JBM അൻസാർ, നിസാർ പട്ടളായി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സിറ്റി വിഷൻ അടിമാലി. അടിമാലി ഗ്രാമപഞ്ചായത്തിനെതിരെ മെഴുകുതിരി തെളിയിച്ച പ്രതിഷേധ സമരവുമായി DYFI. പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ഹൈമാർസ് ലൈറ്റുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താതെ പുതിയ ഹൈമാർസ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ പഞ്ചായത്ത് ശ്രമം നടത്തുന്നുവെന്നും ഇതിൽ അഴിമതിയുണ്ടെന്നുമാണ് DYFIയുടെ ആരോപണം. പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലായിരുന്നു DYFIയുടെ പ്രതിഷേധം നടന്നത്. അടിമാലി ടൗണിലടക്കം രാത്രികാലങ്ങളെ പ്രകാശപൂരിതമാക്കാൻ ഹൈമാർസ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഉയരവിളക്കുകൾ പലതും കൃത്യമായ അറ്റകുറ്റപ്പണികളുടെ അഭാവത്താൽ പ്രകാശിക്കുന്നില്ലെന്നാണ് DYFIയുടെ ആരോപണം. ഉയരവിളക്കുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താതെ അടിമാലി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പുതിയ ഹൈമാർസ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ ശ്രമം നടത്തുന്നുവെന്നും ഇതിൽ അഴിമതിയുണ്ടെന്നും ആരോപിച്ചായിരുന്നു DYFIയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി തെളിയിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചത്. DYFI അടിമാലി ബ്ലോക്ക് സെക്രട്ടറി CS സുധീഷ് സമരം ഉദ്ഘാടനം ചെയ്തു. DYFI ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലായിരുന്നു മെഴുകുതിരി തെളിയിക്കൽ പ്രതിഷേധം നടന്നത്. ദീപു MR, റിക്സൺ പൗലോസ്, ആനന്ദകൃഷ്ണൻ S, അനക്സ് എൽദോസ് എന്നിവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ അടിമാലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. MM മണിയുടെ മകൾക്കെതിരെയും ഇരട്ട വോട്ട് ആരോപണം. രാജക്കാട് രാജകുമാരി പഞ്ചായത്തുകളിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ സുമാ സുരേന്ദ്രന്റെ പേര് നീക്കം ചെയ്യാൻ അപേക്ഷ നൽകിയിരുന്നെന്നും ആരോപണം ആശയദാരിദ്ര്യത്തിന്റെ ഭാഗമെന്നും സുമ. പുതിയ അധ്യയന വർഷം ആരംഭിച്ച ഒരു ടൈം പൂർത്തിയായിട്ടും ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലെ സർക്കാർ LP സ്കൂളിൽ അധ്യാപകരുടെ സ്ഥിര നിയമനം നടത്താൻ തയ്യാറാകാതെ സർക്കാർ. മറുകര കടക്കാൻ ഒരു പാലം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് 7 പതിറ്റാണ്ടിന്റെ പഴക്കം. പള്ളിവാസൽ പഞ്ചായത്തിലെ കമ്പിലൈനിലുള്ള നിരവധി കുടുംബങ്ങൾ മറുകര കടക്കുന്നത് താൽക്കാലിക പാലത്തിലൂടെ ജീവൻ കയ്യിൽ പിടിച്ച്. കാടുകയറാതെ ഒറ്റക്കൊമ്പൻ ഇടമലക്കുടിയിൽ ചുറ്റിത്തിരിയുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മൂന്നാർ മേഖലയിൽ നിന്നും ഒറ്റക്കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള കാട്ടാന ഇടമലക്കുടിയിലെത്തിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.